ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്ന് തോന്നുന്ന ഒരാൾ ആരാണ് നബീനെ? ഞാൻ തന്നെ. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. അത് തെറ്റാണെന്ന് ക്ഷമിച്ചേരാ മാപ്പ് പോരെ. അല്ല, അത് കഴിഞ്ഞ അനുമോൾ ആരാണ് ഡിസിപ്ലിൻ ഇല്ലെന്ന് തോന്നുന്ന ആള്? നവീൻ തന്നെയാണ്. അല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു വഴക്ക്? അത് പിന്നെ പറഞ്ഞു കൊടുക്കടാ. അതെങ്ങനെ മനസ്സിലായി? നമ്മളെപ്പോഴും അമ്മൂമ്മയുടെ കാര്യോ ആർട്ടിഫിഷ്യൽ എന്താണ്? എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ലേ പിന്നെ എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി പറയാൻ പറയും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ മഹാപാപം അത് ഇത്രയും വലിയ മനുഷ്യനായിട്ടുള്ള ലാലേട്ടന്റെ തലയിലേക്ക് എടുത്തിട്ടു. ആ അനുമോൾ എന്ന് പറഞ്ഞ സ്ത്രീ. അതെന്തോന്ന് സാധനം? അതിനാൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മനെ മാത്രമേ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്റെ പൊന്നുമോൾ പറഞ്ഞു. എന്നിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മൻ അമ്മാവനൊക്കെ വിളിക്കാനായിട്ട് ലാലേട്ടൻ പെർമിഷൻ തന്നു പറഞ്ഞു. അവരങ്ങനെയും പറഞ്ഞു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. ഞാൻ പറയുന്ന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ചെന്നാ ആർട്ടിഫിഷ്യൽ അമ്മൂമ്മ എന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ നമുക്ക് ചീത്ത പേരാ. ഇനി മുതൽ കഴിഞ്ഞു നമ്മുടെ ബന്ധമൊക്കെ വിട്ടിട്ട് അയലത്തുകാരുടെ അച്ഛനോ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കൊക്കെ വിളിക്കും. അപ്പൊ അവരുടെ നിന്ന് കിട്ടിക്കോളും. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ലേ മണ്ടാരെ? അനുമോൾക്ക് അമ്മൂമ്മ ഉണ്ടോ? കുഴപ്പമില്ല, അമ്മൂമ്മയ്ക്ക് വിളിച്ചാൽ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. അനുമോള് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ വീട്ടിലേക്ക് പോകത്തില്ല. ഞാൻ ആദ്യം പോകുന്ന അനുമോളുടെ വീട്ടിലായിരിക്കും. അതൊന്നും വേണ്ട, നീ നിന്റെ പണി നോക്ക്. അങ്ങോട്ട് ചെല്ല്. അമ്മൂമ്മയെ കാണാനാ? ആണ് നേരിട്ട് എന്ന് പറയും. ഞാൻ ഇങ്ങനെയൊക്കെ കൊച്ചുമോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പ്രശ്നക്കാരനാടാ, അവനത് ചെയ്യും.